ഹലോ ഹായ് നമസ്കാരം. സനീഷ് ടെക് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ബലൂൺ. ഇതൊരു പരീക്ഷണമാണ്. ഹൈഡ്രജൻ ബലൂൺ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ചില സംഭവങ്ങളെല്ലാം വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. ഇതൊരു പരീക്ഷണമാണ്. പറക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്നാലും നമുക്കതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു കുപ്പി അതിൽ വെള്ളം, പിന്നെ നമ്മൾ വീട്ടിൽ ഈ ബിരിയാണി അതുപോലത്തെ ആഹാരങ്ങൾ വാങ്ങുന്ന അലുമിനിയം കണ്ടെയ്നർ, പിന്നെ ഒരു കുപ്പിയുടെ ഒരു മേൽഭാഗം വെട്ടിയെടുത്താണ്, പിന്നെ കുറച്ച് മെറ്റൽ, ചെറിയ മെറ്റലാണ്, പിന്നെ ആവശ്യം ഡ്രെയിൻ ക്ലീനർ. ഹാർപ്പിക്ക് ആണെങ്കിലും കുഴപ്പമില്ല, അതാണെങ്കിലും വർക്ക് ചെയ്യും. പിന്നെ ബലൂൺ, നമുക്ക് ഇത്രയും ബലൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ല് എടുത്തതെന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ ചുരുട്ടിയാണ് ഇതിലിടുന്നത്. അപ്പോൾ അത് പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കല്ല് ആദ്യം ചുരുട്ടി ഇതിലിടാം. അപ്പോൾ നമ്മളിതിലേക്ക് അലുമിനിയം ഫോയിൽ ചുരുട്ടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമുണ്ട്, അലുമിനിയം ഫോയിൽ ചുരുട്ടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ക്ലീനറാണ്. അപ്പോൾ ഡ്രെയിൻ ക്ലീനർ ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഹൈഡ്രജൻ ഫോം ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മളതിനെ ചെയ്യും, നമ്മളാദ്യം ഒരു ബലൂൺ എടുത്തിട്ട് അതിൻ്റെ വായ്ഭാഗം ഈ പറയുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ മേൽഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട്, അത് കഴിഞ്ഞ് നമ്മളതിനെ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഇത് വെള്ളം നനഞ്ഞപ്പോൾ തന്നെ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ പതുക്കെ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് വയ്ക്കണം. എന്നിട്ട് പയ്യെ ഇതിനകത്തേക്ക് ഇപ്പോഴും തന്നെ അത് റിയാക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നൂലെല്ലാം എടുത്തിട്ടുണ്ട് ഇത് കെട്ടി പമ്പരമിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇതിനകത്ത് ചെറിയ എയറും ഗ്യാസും ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണത്. പതയെല്ലാം വരുന്നുണ്ട്, കുപ്പി ചെറുതായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വാങ്ങുന്ന ഹൈഡ്രജൻ ബലൂണിനെ പോലെ അങ്ങനെ പറക്കും എന്ന് നിർബന്ധമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹൈ പ്രഷറിലാണ് ഹൈഡ്രജൻ നിറയ്ക്കുന്നത്. ഇത് വളരെ കുറഞ്ഞ പ്രഷറിലുള്ള ഹൈഡ്രജൻ ആണ് ഇതിലോട്ട് ഫോം ആവുന്നത്. അപ്പോൾ അതിൽ ഫില്ലായതിനു ശേഷം നമുക്കിത് കെട്ടി നോക്കാം. അപ്പോൾ ഈ കമ്പനിയുടെ തന്നെ ഡ്രെയിൻ ക്ലീനർ വാങ്ങിക്കാനുള്ള ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ അലൂമിനിയത്തിൻ്റെ ചെറിയ തരികളുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് ഇതേപോലെ ഹൈഡ്രജൻ ഫോം ചെയ്യും.
നമ്മൾ ആദ്യത്തെ ബലൂൺ നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത് കെട്ടി പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. ആദ്യത്തെ ബലൂൺ ഇവിടെ ഒന്ന് കെട്ടിയിരുത്താം. അതിവിടെ കെട്ടിയിരുത്താം. ഓ, അതിന് സ്മെല്ല്. കുപ്പി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അവസാനം ഇവിടെ നിന്ന് നമ്മൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതുപോലത്തെ പരീക്ഷണം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മുൻകരുതലുകൾ എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. പറഞ്ഞാൽ ഇപ്പോഴും കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുപ്പി നല്ല തിളച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ബലൂൺ നിറച്ചിട്ടുണ്ട്. അപ്പോൾ 2 ബലൂൺ നിറച്ചതിൽ രണ്ടാമത്തെ മഞ്ഞ ബലൂൺ അങ്ങനെ നമ്മൾ ഹൈഡ്രജൻ ബലൂൺ ചലഞ്ച് അല്ലെങ്കിൽ പരീക്ഷണം എക്സാം സക്സസ് ആയിട്ടുണ്ട്. ആദ്യം ഇത് പറക്കും എന്നുള്ളൊരു ഇതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തായാലും പറക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾക്കും ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല മുൻകരുതൽ എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ ഇത് നല്ല രീതിയിൽ കുപ്പിയിൽ വെച്ച് ചെയ്യുമ്പോൾ കുപ്പി നല്ല രീതിയിൽ ചൂടാകും. അതൊന്നാമത്തെ കാര്യം. പിന്നെ അലർജിയുള്ള ആൾക്കാർക്ക് ഇത് ശരീരം ചൊറിയാനുള്ള ഒരു അവസ്ഥയുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വളരെ സൂക്ഷിച്ച് മാത്രമേ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഞാനത് ചെയ്തത് ഒരു കൗതുകത്തിനാണ്. എന്തായാലും പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വാനത്തിലേക്ക് എത്രത്തോളം ദൂരം ഇത് പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ ബലൂൺ ഒന്ന് റിലീസ് ചെയ്യാൻ പോവുകയാണ്. എവിടെ? അവിടെ തൂങ്ങിയിടാ. അയ്യോ, ഹലോ ഗൈസ്, ബലൂൺ തൊക്കി ഗൈസ്. ഇനി മുകളിലോട്ട് പോകില്ല ഗൈസ്. നമ്മുടെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ